പ്രസ് സ്റ്റോപ്പുമായി നമ്മുടെ അസോസിയേറ്റ് എഡിറ്റർ VS സനോജാണ് നമുക്കിപ്പം ചേർന്നത്. സനോജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ചയാണ്, പത്രവിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് ഈ നേരത്തെ സേതു പറഞ്ഞ പോലെ തന്നെ ഇന്ന് സൺഡേ, അതിൻ്റെ ഒരു ആലസ്യത്തിലാണ് എല്ലാവരും. പക്ഷേ അതേസമയം വാർത്തകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആലസ്യങ്ങളുമില്ല. പതിവ് പോലെ തന്നെ നമുക്കറിയാം, ഇന്ന് കുറച്ച് ദിവസമായി കേരളത്തിൽ നടക്കുന്ന ലഹരിമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട റെയ്ഡുകളും അല്ലെങ്കിൽ ലഹരിമരുന്നിൻ്റെ ലഹരി വിൽപ്പന, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതുമായിട്ടുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ആശങ്കകൾ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് മലയാള മനോരമ ഉൾപ്പെടെ അല്ലെങ്കിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തന്നെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടും കഞ്ചാവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ ഡ്രഗുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ലഹരിക്കടത്ത് ഒരുമിച്ച് തടയാൻ പോലീസും എക്സൈസും ഇരട്ടപ്പൂട്ട് എന്നുള്ള രീതിയിൽ, അതായത് ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ വളരെ ശക്തമായിട്ട് കേരളത്തിൽ നടപ്പാക്കുന്നു. അതിനുവേണ്ടിയുള്ള നിരീക്ഷണങ്ങൾ മറ്റു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് മലയാള മനോരമ ഇരട്ടപ്പൂട്ട് എന്ന പേരിൽ അതിന് ഹെഡിങ് ഇട്ടുകൊണ്ട് നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് പത്രങ്ങളും ഏതാണ്ട് ഈ വാർത്തകളൊക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയുടെ വാർത്തയുണ്ട്. ഒപ്പം തന്നെ മാതൃഭൂമിയുടെ പൂട്ടിട്ടു എന്നുള്ള അതേ തലക്കെട്ടിൽ മറ്റൊരു വാർത്തയുണ്ട്. മ്യൂൾ അക്കൗണ്ടുകളിൽ നിയന്ത്രണം ഘടിപ്പിച്ച് ബാങ്കുകൾ എന്ന പേരിൽ ഒരു വാർത്തയുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തേത് സുനിത വില്യംസിൻ്റെ വാർത്തയാണ്. അതായത് സുനിത തിരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ട് സുനിതയുടെ മടക്കം 19-ന് എന്ന് മനോരമയുടെ പ്രധാന ഒന്നാം പേജിലുള്ള വാർത്തയുണ്ട്. മാതൃഭൂമി അത് വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. പ്രതീക്ഷ അരികെ എന്ന പേര് തലക്കെട്ടോടുകൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത 286 ദിവസം അവിടെ കഴിയുന്നു. അതിനുശേഷം ഇപ്പോൾ തിരിച്ചെത്തുകയാണ്, ആ ദൗത്യം പൂർത്തീകരിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകളുണ്ട്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മാതൃഭൂമിയിൽ ഖനനവുമായി ബന്ധപ്പെട്ട ഒന്നാം പേജിൽ തന്നെ അവർ നൽകിയിട്ടുള്ള ഒരു പ്രധാന വാർത്ത, ഖനനം ഉദ്ദേശിക്കുന്ന കടൽ മണൽ രൂപപ്പെട്ടത് 11,000 വർഷം മുൻപ് എന്നുള്ള ആലപ്പുഴയിൽ നിന്നുള്ള, അതായത് തീരദേശത്ത് നിന്നുള്ള ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഹോളോസിൻ കാലത്തെ കടൽ കയറ്റത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണെന്നുള്ള ഒരു കണ്ടെത്തൽ, അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. മാതൃഭൂമി തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത് നമുക്കറിയാം. 7-ാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത ദൈവം മുതൽ താലിബാൻ വരെ, അതായത് അന്താരാഷ്ട്ര കുറ്റവാളി അലക്സേജ് ബെസിയോക്കിൻ്റെ കോടികൾ സമ്പാദിച്ച തീവ്രവാദ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെ നടത്തിയാണ് ഈ ഇൻ്റർപോളിന് കൈമാറാൻ ഇരിക്കുന്ന നമ്മൾ ഇന്ത്യയിൽ പിടിയിലായ ഈ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട ആ ക്രിമിനൽ പശ്ചാത്തലമുള്ള പുള്ളിയുടെ അവരുടെ കോടികളുടെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. മാതൃഭൂമി ഒപ്പം തന്നെ ഇന്ന് സൺഡേ ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സൺഡേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാതൃഭൂമി, മനോരമയും ഹിന്ദു ഉൾപ്പെടെയുള്ള സൺഡേ പേജുകളിൽ വളരെ രസകരമായ വാർത്തകൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മാതൃഭൂമിയിൽ കെ വേണുവിൻ്റെ പങ്കാളിയായിരുന്ന മണി എന്ന് പറയുന്ന മണി ചേച്ചിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറിപ്പ്, അവരുടെ വേർപാടിൻ്റെ 1-ാം വർഷത്തിൽ എഴുതുന്ന കെ വേണുവിൻ്റെ ഒരു ഹൃദയസ്പർശിയായൊരു കുറിപ്പ് ഇത്തവണ സൺഡേയിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കെയ്ക്കോ കാഴ്ച എന്ന് പറഞ്ഞ് മനോരമയിൽ വടക്കൻ എന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ജാപ്പനീസ് വനിതയെക്കുറിച്ചുള്ള കൗതുകകരമായുള്ള വാർത്തയുണ്ട്. ഹിന്ദു പത്രത്തിൽ, ഹിന്ദുവിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസിലും എല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആധാറുമായി ബന്ധപ്പെട്ട വാർത്തയും അമേരിക്കയിലെ നിന്ന് നിർബന്ധിതമായി ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹമാസ് അനുകൂല നിലപാടെടുത്തതിൻ്റെ പേരുള്ള വിദ്യാർത്ഥിക്ക് അവിടെ നിന്ന് വരേണ്ടി വന്നതിനെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. അതേസമയം ഹിന്ദുവിൻ്റെ 13-ാം പേജിൽ നമുക്കറിയാം എഡിറ്റോറിയലിൽ അവരുടെ ബലൂചിസ്ഥാനെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, അവരുടെ ഒരു അനാലിസിസ് കൊടുത്തിരിക്കുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിയെക്കുറിച്ചുള്ള ഒരു ഗംഭീര അനാലിസിസ് ഹിന്ദു കൊടുത്തിരിക്കുന്നു. മാധ്യമത്തെ സംബന്ധിച്ച് മാധ്യമത്തിൻ്റെ 1-ാം പേജിൽ നിന്ന് ഒരു രസകരമായ വാർത്തയുള്ളത് പതിവ് പോലെ തന്നെ US വിലക്കുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ദേശാഭിമാനിയിലും മാധ്യമത്തിലും എല്ലാം തന്നെ ഉള്ളത്. പക്ഷേ അതേസമയം മാധ്യമത്തെ സംബന്ധിച്ച് വയനാട്ടിലെ ചന്ദനകൃഷിയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ, പഴയ തേക്ക് മാഞ്ചിയം മോഡലിൽ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള
എന്നുള്ളൊരു വാർത്തയുണ്ട്. ഒപ്പം തന്നെ യാത്രാവിലക്കുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് മറ്റു പത്രങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൽ ദേശാഭിമാനിയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുള്ളതിൽ ഒന്ന് ഈ യാത്രാവിലക്കാണ്. പക്ഷേ അവർ ദളിതർക്ക് മനുഷ്യവിസർജ്യം കലർത്തിയ ദാഹജലം നൽകിയതിനെ കുറിച്ചുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പഴയ വാർത്തയുടെ ഓർമ്മക്കുറിപ്പും കൂടെ ചേർത്തുകൊണ്ടാണുള്ളത്. വളരെ മനോഹരമായ സൺഡേ പേജുകളും ഉൾപ്പെടെ ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തേത്. വളരെ ഒരുപാട് വായിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. പല ചാനലുകൾ വിട്ടുപോയ പല രസകരമായ വാർത്തകളും ഇന്ന് പത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. സേതു, ശരി സനോജ്. അപ്പോൾ നമുക്കിനി നാളെ വീണ്ടും പ്രസ് ട്യൂബുമായി ഇതേ സമയം കണ്ടുമുട്ടാം.